ഹായ് കോച്ച് ഷഫീഖ്. കോച്ച് ഷഫീഖ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾ കമൻറ്റ് ചെയ്തിട്ട് കളിയാക്കും. പലരും കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, എൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വളരെ മോശമാണ്. അതെനിക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്. മനസ്സിലാവാത്തതുകൊണ്ടല്ല. ആക്ച്വലി 6 മാസം മുമ്പ് എൻ്റെ കൈയിൻ്റെ ബൈസെപ്സ് ടെൻഡൻ പൊട്ടിയിട്ട് അങ്ങനെ ഒരു സർജറി എല്ലാം കഴിഞ്ഞ് ടെൻഡൻ റിപ്പയറിങ് എല്ലാം കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞിരുന്നു 6 മാസം എക്സസൈസ് ചെയ്യാൻ പാടില്ല. ലൈക്ക് വെയ്റ്റ് ലിഫ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. വാക്കിംഗ് ഒക്കെ ചെയ്യാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഡയറ്റ് ചെയ്തതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എക്സസൈസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എൻ്റെ അതായത് ബാഡ് ഹാബിറ്റ്, നന്നായിട്ട് ഫുഡ് കഴിച്ച് വീട്ടിലിരുന്നിട്ട് റെസ്റ്റ് ചെയ്ത് ഫാമിലിൻ്റെ കൂടെ എൻജോയ് ചെയ്ത് മാക്സിമം എന്തെല്ലാം കഴിക്കാൻ പറ്റുമോ അതെല്ലാം കഴിച്ച് ഇപ്പം എൻ്റെ വെയിറ്റ് ഗസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? 111 കിലോ ആയി. 111 കിലോ. ഞാൻ ആ ഇഞ്ചുറി ടൈമിൽ എൻ്റെ വെയിറ്റ് 90 സംതിങ് ആണ്. ഇപ്പോൾ 111 കിലോ ആണ്. അന്ന് ഇഞ്ചുറി സമയത്ത് എനിക്ക് മസിൽസുകൾ ഉണ്ടായിരുന്നു ബോഡിയിൽ. ഇപ്പം മസിൽസുകളില്ല. കാരണം വെയിറ്റ് ട്രെയിനിങ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ 111 കിലോ ആയി. 111 കിലോ പറഞ്ഞാൽ ഫുൾ കംപ്ലീറ്റ് ഫാറ്റാണ്. മസിൽസുകൾ കുറവാണ്. മസിൽ മെമ്മറി ഉണ്ട് എങ്കിൽ പോലും മസിൽ വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ പോയാൽ വളരെ ബാഡായിരിക്കും. അതുകൊണ്ട് തന്നെ നാളെ മുതൽ പ്രതിജ്ഞ എടുത്തുകയാണ്, ഉറപ്പായിട്ടും വെയിറ്റ് കുറച്ചിരിക്കും. അതും ഏറ്റവും സേഫസ്റ്റ് വേയിൽ ഒരു 2.5 മാസം കൊണ്ടൊരു 20 kg 15 to 20 kg കുറയ്ക്കുക എന്നാണ് പ്ലാന്. അങ്ങനെ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളും പ്രോബ്ലംസൊക്കെ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അപ് ടു ഡേറ്റ് ആയിട്ട് ഡെയിലി ഞാൻ അപ്ഡേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളെ എല്ലാവരും സപ്പോർട്ടും വേണം. അപ്പോൾ എപ്പോഴും നമ്മൾ ഡൗൺ ആയിരിക്കുമ്പോൾ ആർക്കും നമ്മളെ പിടിച്ച് ഉയർത്താൻ പറ്റില്ല. നമ്മൾക്ക് മാത്രമേ നമ്മളെ പിടിച്ച് ഉയർത്താൻ പറ്റുള്ളൂ. സോ നെവർ ഗീവ് അപ്പ്. കളിയായിക്കോട്ടെ, ആളുകൾ കളിയാക്കുന്നതൊക്കെ നമുക്കൊരു മോട്ടിവേഷനാണ്, അല്ലേ? കാരണം നമ്മൾ പ്രൊഫഷൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു കണ്ടീഷൻ എന്താ പറയുക, ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു തരാം. എൻ്റെ വയറിൻ്റെ കണ്ടീഷനേ അത്രയും മോശം, വളരെ ബാഡ്. സോ ഇറ്റ്സ് ഓക്കെ. നാളെ ഇന്നിപ്പോൾ ഡേറ്റ് ജനുവരി 23 നാളെ ജനുവരി 24. ഇതിപ്പോൾ ഞാൻ ലൈവായിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. ഇന്നിപ്പോൾ ഉച്ചക്ക് ബർഗർ കഴിച്ചു. അതായത് ഫുഡ് കഴിക്കുന്ന 1-2 നേരമാണ്. പക്ഷേ ഈ കഴിക്കുന്നത് മൊത്തം വളരെ മോശമായിട്ടുള്ള ഫുഡാണ്. ഇപ്പോൾ ഞാൻ കുവൈത്തിലേക്ക് തിരിച്ചെത്തി, ഡ്യൂട്ടിയിലേക്ക് കയറി, വർക്കിൽ കയറി. പക്ഷേ ഐ കാൻ't ബ്രീത്ത് പ്രോപ്പർലി. അതായത് പ്രോപ്പറായിട്ട് ബ്രീത്ത് എടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം കൊളസ്ട്രോൾ ഹൈ ആയിരിക്കണം, നോ ഡൗട്ട്, ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മൂന്നാമത്തത് പ്രോപ്പർ ഒരു ഡൈജഷൻ ഇല്ല. നിലവിൽ പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ ഇല്ല, കംപ്ലീറ്റ്ലി പോയി കിടക്കുകയാണ്. സോ ഇതെല്ലാം കൂടെ നമ്മൾ ഓക്കെ ആക്കി കൊണ്ടുവരണം. അപ്പോൾ അതിനുള്ള പ്ലാനാണ്. ഞാൻ എൻ്റെ പ്ലാനെല്ലാം സെറ്റാക്കി റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. നാളെ ഓൺവേഡ്സ് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് എൻ്റെ പ്ലാന്. റമദാനൂടെയാണ് വരുന്നത്. സോ ഫാസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇറ്റ് വിൽ ഹെൽപ്പ് ഫോർ മൈസെൽഫ്. ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പം ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് 10 ദിവസത്തിലേക്കാണ്. 10 ദിവസത്തിലേക്കുള്ളൊരു പ്ലാൻ ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 10 ദിവസത്തിലേക്ക് ഞാൻ 2 മീൽ, ഒരു ദിവസം 2 മീലാണ് കഴിക്കുക. ആ 2 മീൽ ഞാൻ എന്താ കഴിക്കുകയെന്ന് നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇന്നിപ്പോൾ ഡേറ്റ് 23 ഇപ്പോൾ ലൈവായിട്ട് എടുക്കുകയാണ് വീഡിയോ. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. ഓക്കെ, എൻ്റെ ബോഡി കണ്ടീഷനൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, വളരെ 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 മോശമാണ്. ലുക്ക് അറ്റ് മൈ ആപ്സ്.
വെരി 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 ബാഡ്. സോ എനിക്കൊരു വിഷമമൊന്നുമില്ല, കാരണം എൻ്റെ ശ്രദ്ധയില്ലായ്മയാണ് ഈ ഒരു ലെവലിലേക്ക് കൊണ്ടെത്തിച്ചത്. ബട്ട് ഐ വിൽ കം ബാക്ക് ഫോർ ഷുവർ. ഓക്കെ, സോ എൻ്റെ ജേണി കൂടെ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു വീഡിയോ ഇടാനുള്ളൊരു റീസൺ. ഈ ഒരു വീഡിയോ ഇടുമ്പോൾ എനിക്കൂടെ ഒരു ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണത്. ഓക്കെ, സോ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. കളിയാക്കുന്നവർ കളിയാക്കട്ടെ. നമുക്ക് ചുറ്റും കളിയാക്കാനും നമുക്ക് ചുറ്റും പരിഹസിക്കാനൊക്കെ ആളുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഒരു ലെവലിൽ ഇപ്പോഴും ഉള്ളത്. സോ അത് ആരും മറക്കണ്ട. നെവർ ഗീവ് അപ്പ്. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ വേക്കപ്പ്. ടൈം ആയിട്ടുണ്ട്. നമ്മളെ അലാറം അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ ലാസ്റ്റ് കോൾ ഔട്ട്. സോ നെവർ ഗീവ് അപ്പ്. നാളെ കാണാം. ഞാൻ രണ്ട് മീൽ സെറ്റ് ചെയ്തിട്ടുള്ള ആ 2 മീൽ എന്താ കഴിക്കാൻ പോകണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇതിൽ കാർഡിയോ എക്സസൈസ് മാത്രമേ ഈ 10 ദിവസം ഞാൻ ചെയ്യുള്ളൂ. 10 ദിവസം കഴിയുമ്പോൾ ഞാൻ എൻ്റെ പ്ലാനുകൾ കംപ്ലീറ്റ്ലി ചേഞ്ച് ആക്കും. പിന്നെ ഒരു 8 വീക്സിലേക്കാവും പിന്നെ എൻ്റെ കംപ്ലീറ്റ് ഷെഡ്യൂള്. ആ 8 വീക്സിലേക്ക് പിന്നെ ഞാൻ സ്ട്രെങ്ത് ട്രെയിനിങ് ഒക്കെ ഉൾപ്പെടുത്തും. അപ്പോൾ ഈ 10 ദിവസം വരുന്നത് ഒരു 4 to 6 kg വെയിറ്റ് റിഡക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഗോള്. ഞാൻ ആ രീതിയിലാണ് ഗോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. മാക്സിമം സേഫസ്റ്റ് വേ ആണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. സോ ഇതിൽ പ്രത്യേകത എന്താ വെച്ചാൽ ഈ 10 ദിവസം ഞാൻ കാർബ്സ് ലോ ആണ്. വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും കാർബ്സ് വളരെ ലോ ആണ്. ലൈക്ക് നോ റൈസ്, നോ ഷുഗറി ഐറ്റംസ്, അതുപോലെ നോ ചപ്പാത്തി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു 10 ദിവസം പോകാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഞാൻ ഡെയിലി വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അപ്ലോഡ് ചെയ്യാം. മാക്സിമം ഡെയിലി വെയിറ്റും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. ബൈ.